തൃത്താലയിൽ അധ്യാപകനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിന്റെ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ റിപ്പോർട്ട് തേടി. വീഡിയോ പുറത്തുവന്നതിൽ ഉൾപ്പെടെയാണ് വിശദീകരണം തേടിയത്. വീഡിയോ പുറത്തുവന്നത് എങ്ങനെയാണെന്ന് ബാലാവകാശ കമ്മീഷനും പരിശോധിക്കും. വിദ്യാർത്ഥിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന രീതിയിൽ വിമർശനം ഉയർന്നിരുന്നു. തുടർന്നാണ് റിപ്പോർട്ട് തേടിയത്. എന്തിനാണ് വീഡിയോ ചിത്രീകരിച്ചത്, ആരാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് സ്കൂൾ അധ്യാപകർ മറുപടി നൽകേണ്ടി വരും. ഫെബ്രുവരി 6-ന് സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തും. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനാണ് അധ്യാപകർക്ക് നേരെ +1കാരൻ കൊലവിളി നടത്തിയത്. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവമുണ്ടായത്. പ്രധാന അധ്യാപകന്റെ മുറിയിലിരുന്നായിരുന്നു ഭീഷണി. സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല. അത് ലംഘിച്ച് സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിനെ തുടർന്ന് അധ്യാപകർ ഫോൺ പിടിച്ചുവെക്കുകയായിരുന്നു. ഫോൺ വാങ്ങിയതിൽ വിദ്യാർത്ഥി അധ്യാപകനുമായി പ്രശ്നമുണ്ടാക്കി. തുടർന്നാണ് പ്രധാന അധ്യാപകന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചത്. അവിടെ വെച്ചാണ് വിദ്യാർത്ഥി അധ്യാപകനെ തീർക്കുമെന്നും കൊല്ലുമെന്നുള്ള തരത്തിൽ ഭീഷണി ഉയർത്തിയത്. തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്ന് നാട്ടുകാരോട് മുഴുവൻ പറയുമെന്നായിരുന്നു ആദ്യം വിദ്യാർത്ഥി പ്രധാന അധ്യാപകനോട് പറഞ്ഞത്. അധ്യാപകൻ മൊബൈൽ ഫോൺ കൊടുക്കാതിരുന്നതോടെ പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാമെന്നായി ഭീഷണി. പുറത്തിറങ്ങിയാൽ എന്താണ് ചെയ്യുക എന്ന് അധ്യാപകൻ ചോദിച്ചതോടെയാണ് കൊന്നുകളയുമെന്ന് വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് അധ്യാപകരും PTA-യും തൃത്താല പോലീസിൽ പരാതി നൽകി. അതേസമയം അധ്യാപകനോട് കൊലവിളി നടത്തിയതിൽ മാനസാന്തരമുണ്ടെന്ന് +1 വിദ്യാർത്ഥി പറഞ്ഞു. തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്നു പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും ഇക്കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന്റെ അപ്പോഴുണ്ടായ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാണെന്ന് വിദ്യാർത്ഥി ഏറ്റുപറയുകയും ചെയ്തു. മൊബൈൽ ഫോൺ വേണമെന്ന ആവശ്യമായ വിദ്യാർത്ഥി പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തുകയും എന്നാൽ നൽകില്ലെന്ന് തീർത്തു പറഞ്ഞതോടെയാണ് ഭീഷണിപ്പെടുത്തിയതെന്നും വിദ്യാർത്ഥി പറഞ്ഞു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലും നിരവധി ചാനലുകളിലും പ്രചരിച്ചതോടെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത്. വിദ്യാർത്ഥികളുടെ പോക്ക് എങ്ങോട്ടാണെന്നാണ് നിരവധി പേരും കമന്റ് ചെയ്യുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.